ഹായ്, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ പേരിനൊരു സ്പെഷ്യലാണ് ഷാജഹാൻ മട്ടൻ ബിരിയാണി. ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് കൈരളി ടി വിത്തെ ബിരിയാണിക്കും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നിന്നാണ്. അതിലൊരു താത്ത ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ മട്ടൻ വാങ്ങി ഷടപ്പടയെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ താത്ത ഇതിൽ വെറും കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടിട്ടാണ് മട്ടൺ വേവിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മട്ടൺ മസാല, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് കുറച്ച് തോനെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് വിസിലടുപ്പിച്ചെടുക്കുന്നത്. ഒരു 6-7 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തോനെ വെള്ളം ആഡ് ചെയ്യണം. കാരണം ആ സ്റ്റോക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി റൈസ് വേവിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടറിലാണ് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രൈഡ് ഒനിയൻ ആണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. നമ്മൾ സാധാ സവാളയല്ല, നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയാണ് കേട്ടോ. ഒരു 4-5 സവാള ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പുതിനയിലേനെക്കാട്ടും കൂടുതൽ മല്ലിച്ചപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് നാരങ്ങാനീരും കൂടി കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മട്ടന് അതൊന്ന് കോരിയിട്ട് ഇതിലേക്ക് എടുത്തിടുക. സ്റ്റോക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മല്ലിച്ചപ്പും നമ്മുടെ പച്ചമുളകും കൂടി തൂവിയ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ കുക്കറിൽ തന്നെ കുറച്ച് നെയ്യ്, ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, നമ്മുടെ സാദാ ജീരകവും, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. എന്നിട്ട് ഒരു ഉള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റുക. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നട്ട്സ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ നമ്മുടെ ബദാമും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഒരു ബ്രൗണിഷ് കളറാകുമ്പം സവാള ബ്രൗൺ കളറാകുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് തട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ സ്റ്റോക്ക് കൂടി മാറിപ്പോകുന്നുണ്ട്. ആ വെള്ളം അളന്നിട്ടൊക്കെ ഒഴിക്കണം കേട്ടോ. അളന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സ്റ്റോക്ക് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റൈസിന് അതിൻ്റെ അതേ നമ്മുടെ മട്ടൻ്റെ അതേ ഫ്ലേവർ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പിന്നെ ഫ്രഷ് ക്രീമും കൂടി മുകളിൽ ആഡ് ചെയ്താൽ സെറ്റായേ.